ആർക്കാണ് ഗുണത്തെ ഉദ്ദേശിക്കേണ്ടത് എന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് ലില്ലാഹി എന്നാണ്. ഒന്നാമത്തത് അള്ളാഹുവിന് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീനിനെ അത് അതിൻ്റെ മുറ പോലെ ആദരിച്ച് ബഹുമാനിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ഒതുങ്ങി ഒരു അനുസരണയുള്ള ജീവിയായി ഒരു മനുഷ്യനായി ജീവിക്കാനാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ചതിൻ്റെ ഒരു ഉദാത്തമായ തെളിവാണ്, ഉദാഹരണമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെ കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രായം ചെന്നതിൻ്റെ ശേഷം ലഭിച്ചപ്പോൾ അറുത്തു കൊടുക്കാനുള്ളതായ സ്വപ്നം കാണിച്ചു. ഖുർആൻ പറഞ്ഞതാണ്. കുട്ടിയെ അറുക്കാനുള്ളതായ സ്വപ്നം കാണിച്ചപ്പോൾ ആ സ്വപ്നത്തെ അക്ഷരാർത്ഥത്തിൽ എന്ന് പറയാം അതുപോലെ അനുസരിച്ച് കത്തിയും കയറും എടുത്ത് കൊണ്ടുപോയി അറുക്കാൻ കൊണ്ടുപോയി കിടത്തി കഴുത്തിൽ കത്തി വെച്ചു. അപ്പോഴാണ് അൻയാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയ അശരീരി കേട്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാം, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഇനി അറുക്കണ്ട, പകരം ഒരു ആടിനർത്താൽ മതി. അങ്ങനെയാണ് ഉലൂഹിയ കർമ്മം നമ്മിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരെ അറക്കേണ്ടി വരും ഓരോ കൊല്ലത്തിൽ. അന്നെങ്ങാനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുത്തിരുന്നു എങ്കിൽ ഓരോ പെരുന്നാക്കും ഓരോ മനുഷ്യനെ അറക്കേണ്ടി വരും. ആടിനെ അറുത്തു കൊടുത്ത് അത് ബലികർമ്മമാക്കി തീരുമാനിച്ചത് റബ്ബാണ്. അപ്പൊ റബ്ബിന്റെ ദീൻ, ആ ദീൻ നമ്മൾ എന്ത് ചെയ്യണോ? നമ്മളത് ആരുടെ മുമ്പിലും പണയപ്പെടുത്താൻ പാടില്ല. റബ്ബിന്റെ ദീൻ, ആ ദീനിനെ ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് ആ ദീൻ എന്താണോ നമ്മോട് പറയാം. നമുക്കൊരു മതിൽക്കെട്ടുണ്ട്, നമുക്കൊരു ഒരു 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 ഭരണഘടനയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ജീവിച്ചൂടാ, പോയിക്കൂടാ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആ ബൗണ്ടറിയിൽ നിന്നും അവൻ തെറിച്ചു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദായി പോകുന്ന അവസ്ഥയുണ്ട്, കാഫിറായി പോകുന്ന അവസ്ഥയല്ലേ അത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഇസ്ലാമിൻ്റെ ബൗണ്ടറിക്കുള്ളിലേക്ക്. ഇപ്പം നമ്മളെ പെരൻ്റെ ഉള്ളിൽ ഫോട്ടോസൊന്നും പാടില്ല. നമ്മളെ പെരൻ്റെ ചുമരുമ്മ ഫോട്ടോകൾ തൂക്കിയിടാൻ പാടില്ല. ഇപ്പം നമ്മളെ വീടിൻ്റെ അപ്പുറത്തൊരു ഹൈന്ദവൻ്റെ വീടുണ്ട്, ഇപ്പുറത്തൊരു ക്രിസ്ത്യാനിൻ്റെ വീടുണ്ട്, അപ്പുറത്ത് വേറൊരാളെ വീടുണ്ട്, ഇപ്പുറത്തൊരു മുസ്ലിമിൻ്റെ ഒരു വീടുണ്ട്. ഒറ്റ വീട്. ആ ഒറ്റ വീട്ടിൽ താമസിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ ഞാനൊരു മുസ്ലിമായ അമ്മക്ക് പിറന്ന മോനാണല്ലോ എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാവണം. അപ്പോഴാണ് മുസ്ലിമായി മരിക്കാൻ കഴിയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്തിൽ കാണാം, തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ഒരു ദുആയാണത്, എല്ലാവർക്കും ദ്വാരക്കാത്. തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. മുസ്ലിമായി ജനിച്ച നമുക്ക് മുസ്ലിമായി മരിക്കാൻ വലിയ പ്രയാസമാണ്. ഇപ്പം നാളെ വീട്ടിൽ കയറിയപ്പോൾ മൗലൂദിനായപ്പോൾ ആ മൗലൂദിനെ വിട്ടപ്പോൾ ചുമരുമ്പുണ്ട് വലിയ ഒരു ഫോട്ടോ. ആരുടെ ഫോട്ടോ? അത് കെട്ടുവാളിയും കെട്ടുവാൻ്റെയും ഫോട്ടോ ആണ്. നമ്മളെ ഒരു ഉസ്താദുണ്ട്, മർഹൂമാണ്, മരിച്ചുപോയി, അല്ലാഹു തആല ദർജ കൊടുക്കട്ടെ. ചെന്നാൽ ഫസ്റ്റ് നോക്കൽ വീടിന്റെ ചുമരുമക്ക, അങ്ങനെ നോക്കും, 4 പുറം നോക്കും, പിന്നെ വിരിച്ച വിരിപ്പിക്ക് നോക്കും. അപ്പൊ വിരിച്ച വിരിപ്പിലുണ്ട് വലിയൊരു മയിലിന്റെ ഫോട്ടോ, കമ്പിളിയിലേ, ആ കമ്പിളി പുതപ്പില്ലേ, അതല്ല വിരിച്ച, അതിലുണ്ട് വലിയൊരു മയിലിന്റെ ഫോട്ടോ. ആ മയിലിന്റെ ഫോട്ടോ അതങ്ങോട്ട് മടക്കി വെച്ച് എന്നിട്ടേ ഞാൻ അവിടെ ഇരിക്കുള്ളൂ പറഞ്ഞു. ഷെയ്ഖുനയാണ്, വലിയ ആളാ, വലിയ മഹാനാണ്. കൈപ്പങ്കലം അബ്ദുൽ കരീം ഹാജിയുടെ ശിഷ്യനാണ്. ചലിങ്ങാട് ഹംസ ഉസ്താദാണ്. നവ്വർ അല്ലാഹു മർഖദ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫോട്ടോ നോക്കിയപ്പോഴാ വീട്ടിലത്തെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഫോട്ടോ ഒന്നും, അത് മാറ്റിച്ചപ്പോൾ ഇതിന് മരുവാൻ്റെയും ഫോട്ടോ വേറൊന്നും. നമ്മൾക്ക് ഭൂഷണമല്ല ഒന്നും, നമ്മൾക്ക് ചോദിച്ചല്ല, നമ്മളെ ദീനി ചോദിച്ചല്ല ഒന്നും, നമ്മളെ ദീനി ചോദിച്ചല്ല. അപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത് അള്ളാഹുവിനോടുള്ള ഗുണം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂർ റളിയല്ലാഹു അൻഹു ഇർസാദുൽ ഇബാദ് എന്ന കിതാബിന്റെ സ്വബാഹൻ ഖൈർ അദ്കാറു സ്വബാഹി വൽ മസാ എന്നുള്ള ദിക്റിന്റെ അധ്യായത്തിന്റെ കൂട്ടത്തിൽ ഒറ്റ ദിക്ർ കൊടുത്തിട്ടുണ്ട്. കുറേ ദിക്റുണ്ട്, ആ കൂട്ടത്തിൽ ഒരു ദിക്ർ ഇതും കൂടി പറഞ്ഞു നിർത്താം. ബഹുമാനപ്പെട്ട അഹമ്മദ് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ,
ഹീന യുസ്ബിഹു സുബഹിയാകുന്ന നേരത്ത്, വഹീന യുംസി വൈകുന്നേര സമയത്ത്. രാവിലെയും വൈകുന്നേരം കഴിക്കാനുള്ള ഗുളിക എന്ന് പറയില്ലേ, എന്ന മാതിരി 2 നേരം. 2 നേരം പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ സലാസ മറാത്ത് 3 പ്രാവശ്യം പറഞ്ഞാൽ പറഞ്ഞോളി. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വ റസൂല. ഇതിപ്പോ നമ്മൾ എവിടെയോ ചെല്ലാറുണ്ടല്ലോ ഹദ്ദാദിൽ അല്ല. റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വ റസൂല. എന്താ ഇതിന്റെ അർത്ഥം? നമ്മളിങ്ങനെ ചൊല്ലിപ്പോകുന്നല്ലാതെ മീനിങ് അറിയില്ലല്ലോ. റളീതു ഞാൻ പൊരുത്തപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. ബില്ലാഹി അള്ളാനെ കൊണ്ട് റബ്ബൻ റബ്ബായി ഇഷ്ടപ്പെട്ടു. ഞാൻ റബ്ബിനെ, എൻ്റെ അള്ളാനെ ഞാൻ എൻ്റെ റബ്ബായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നിക്കാഹല്ലി കൊടുക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു, പൊരുത്തപ്പെട്ടു അറിയില്ലേ. എൻ്റെ മകളെ എനിക്ക് ഞാൻ കെട്ടിച്ചെന്നു എന്ന് പറയുമ്പോൾ കബിൽത്തു ബിൻക നിക്കാഹ, അന്ന നിക്കാഹിന് ഞാൻ ഇഷ്ടപ്പെട്ടു, പൊരുത്തപ്പെട്ടു, അവളെ ഞാൻ ഇഷ്ടപ്പെട്ടു, പൊരുത്തപ്പെട്ടു, സ്വീകരിച്ചു എന്ന മാതിരി നമുക്ക് വെള്ളം തരുന്ന റബ്ബ്, അങ്ങനെ ഓർത്താൽ മതി. നമുക്ക് വെള്ളം തരുന്ന റബ്ബ്, നമുക്ക് ഓക്സിജൻ തരുന്ന റബ്ബ്, നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബ്, നമ്മളെ വായ കീറിയ റബ്ബ് അല്ലാഹ്. ആ അള്ളാഹുവിനെ ഞാൻ റബ്ബായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു വെള്ളം ഓൻ്റെ തൊള്ളിലേക്ക് പോകുമോ? കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന് അള്ളാഹ് ഇഷ്ടപ്പെടാത്തടത്തേക്ക് നമ്മളെ കണ്ണ് പോകുമോ? അവിടെ എത്തിച്ചാൽ മതി. അങ്ങനെ ഞാൻ റബ്ബിനെ, അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെട്ടു, പൊരുത്തപ്പെട്ടു എന്നാ. ഇങ്ങനെ ഒരാൾ 3 വട്ടം പറഞ്ഞാൽ കാന ഹഖൻ അലല്ലാഹി അൻ യുർളിയഹു സയ്യിദുനാ റസൂലുള്ളാഹി. കാന ഹഖൻ അലല്ലാഹ്, അള്ളാഹിന്റെ മേലെ ഹക്കായി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഓനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമായി പോയി എന്നാ. അള്ളാഹ്ക്ക് നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് വല്ല കുറവുണ്ടോ? പക്ഷെ ഇതാണ് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ പൊരുത്തപ്പെടും, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന നിർത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ആ വിഷയം അള്ളാഹുവിനോടുള്ള ഗുണം കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളത് ഒരുപാട് പറയാനുണ്ട്. ഒരു മാസം പറഞ്ഞാലും തീരൂല. ആ ഈമാന്റെ ഘടകം നമ്മളെയൊക്കെ മരിച്ചോടെ നമ്മൾ ഊതി വീർപ്പിച്ച് കൊണ്ടിടക്കണം. ചെറിയ ഒരു തീപ്പൊരിക്കാരൻ ഈമാൻ, അതിനിങ്ങനെ ഊതി വീർപ്പിച്ച് വലിയതാക്കി കൊണ്ടുപോയി നമ്മളെ കടമയാണ്. ആ മരിച്ചോളം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ വേണം ആ ഈമാൻ. അതൊരു മോളെ കല്യാണം വരുമ്പോൾ പണയം വെക്കാളല്ല. ഇന്ന് കല്യാണല്ലേ, ഇന്ന് അടിച്ചു പൊളിച്ചാ നീ. ഇന്ന് ഗാനമേളയും കൊട്ടും പാട്ടും ഒരുപാട് ചാടിക്കളിയും. അതല്ല ഈ ദീന്, അതല്ല ദീന്. ഞാൻ ഈ വിഷയം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം അത് നമ്മളെ മഹലിൽ നടക്കുന്ന ഓരോ അനാശാസ്യ പ്രവർത്തനങ്ങൾ മുഖേന. ഇത് ജുമാക്ക് പറയേണ്ടതാണ് നിങ്ങൾ പറയും, പക്ഷെ നമുക്ക് സുബൈക്ക് പറഞ്ഞാൽ മതി. സുബൈ പറയുന്ന ശബ്ദം എല്ലാ വീട്ടിലും എത്തുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീരുമാനം കൈക്കൊള്ളേണ്ടത് ഓരോ വീട്ടുകാരുമാണ്. ദീൻ പണയം വെച്ചിട്ടുള്ള ഒരു പരിപാടി നമ്മളെ മുമ്പിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാവും, മഹല്ല് കമ്മിറ്റിക്കാർ കുറ്റക്കാരാവും. അങ്ങനെ ഓരോരുത്തരിലേക്കും ആ കുറ്റം നീങ്ങിപ്പോവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹുവേ, പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞാൽ തീക്കണൽ പിടിക്കും പോലെയാണ്. എങ്കിലും കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് തീരുമാനിച്ചതുപോലെ മാറിക്കാനൊക്കെ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതം ഖൈറായ കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറുകൾ നൽകണേ റബ്ബേ, വിജയങ്ങൾ നൽകണേ റഹ്മാനെ, ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ എല്ലാവർക്കും നീ സ്വർഗം നൽകി ആദരിക്കണേ റബ്ബേ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അല്ലാഹ് മുമ്പിലെത്തി നിൽക്കുകയാണ്. ഹാജിമാർക്ക് ഹജ്ജിനുള്ളതായ അവസരവും തൗഫീഖും നീ നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങളൊക്കെ നീ കഴുകി ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടുള്ള ജീവിതം നൽകണേ റബ്ബേ. ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകളുണ്ട്. കാലുവേദനയും മുട്ടുവേദനയും മൂരവേദനയും ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്.
എല്ലാ രോഗവും ഒരു മരണരോഗം ഒരു സമയത്തുണ്ടാകും. ആ മരണരോഗത്തിന് മരുന്നില്ല, ബാക്കിയുള്ളതിനൊക്കെ മരുന്നുണ്ട്. അള്ളാഹുവെ, ഞങ്ങളെ മരണരോഗം നീ വളരെ സഹിക്കാൻ പറ്റുന്നതാക്കി തരണേ റഹ്മാനെ, പൊറുക്കാൻ പറ്റുന്നതാക്കി തരണേ റഹ്മാനെ. വളരെ സീരിയസ് ആയ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല അള്ളാഹ്. റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഖബറിടം വെളിച്ചാക്കി കൊടുക്കണേ അല്ലാ, ഖബർ സ്വർഗാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ശബ്ദം കേൾക്കുന്ന ഈ പള്ളിക്കാട്ടിലുള്ള ഓരോ മയ്യത്തിന്റെയും റൂഹുകളിലേക്ക് ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഫലങ്ങളെ പച്ചയായി നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ചു തരണേ അല്ലാ. അതിലേക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ അകമഴിഞ്ഞ് സഹായിക്കണേ അല്ലാ. ലൈറ്റ് സംഭാവന ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ടാവും, അതിലേക്ക് എത്ര പൈസ വരിക എന്നുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. വാതിൽ പൊളിയും ജനൽ പൊളിയും സംഭാവന ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ടാകും. ആഖിറത്തിലേക്കൊന്നും കൊണ്ടുപോകാണ്ടെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന ഭൂമിയും പറമ്പൊക്കെ അവിടെ ഇട്ടേച്ചു പോവും. അള്ളാഹുവെ, അതിലേക്ക് സ്വതക്ക ചെയ്തവരെ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ